Okay, good morning to all. Okay, the last class we have give the brief introduction about that is mass transfer. What is mass transfer? What is the difference between mass transfer and heat transfer? What are the modes of mass transfer? And after that, I had to discuss about what is that concentration, some basic definitions in that is concentration, that is mass fraction, mole fraction, mass concentration, molar concentration. Okay, these are the things we have discussed in the last few classes. Today the continuation of the last class, we have to continue the same thing, have to the basics, that is basic definitions of that is mass transfer. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വെലോസിറ്റീസിനെ കുറിച്ചാണ്. നമുക്കറിയാം എന്താണ് ഒരു ബൾക്ക് വെലോസിറ്റി ഓഫ് മിക്സ്ചർ. നമ്മളൊരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, ഒന്നിൽ കൂടുതൽ കോമ്പണൻസ് അതിനകത്തുണ്ട്. അത് ഡിഫറെന്റ് കോമ്പോസിഷനിലായിരിക്കും അതിനകത്ത് ഉണ്ടാവാം. അപ്പൊ അതിൽ നമ്മൾ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ മാസും മോളാറും, നമ്മൾ മാസ് ബേസ് എടുക്കുവാണെങ്കിൽ മോളാർ ബേസിൽ എടുക്കുവാണെങ്കിൽ രണ്ടും എന്താണ്, രണ്ട് കോമ്പോസിഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളൊരു ഫ്ലൂയിഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, അതിനകത്ത് രണ്ട് കോമ്പണന്റ് ഉണ്ട്. ലെറ്റ് us കൺസിഡർ കോമ്പണന്റ് എ ആൻഡ് കോമ്പണന്റ് ബി, ആൻഡ് അവിടുത്തെ മീൻ വെലോസിറ്റീസ് ആണ് യു എ ആൻഡ് യു ബി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാസ് ആവറേജ് വെലോസിറ്റി യു മാസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ യു മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, റോ എ യു എ, ദാറ്റ് ഈസ് യു മാസ് എന്ന് വെച്ചാൽ എന്താണ്, റോ എ യു എ പ്ലസ് റോ ബി യു ബി ഡിവൈഡഡ് ബൈ എന്താണ്, റോ എ പ്ലസ് റോ ബി. ഒന്നും കൂടെ പറയാം, എന്താണ് മാസ് ആവറേജ് വെലോസിറ്റി യു മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക, റോ എ യു എ, ദാറ്റ് ഈസ് എന്താ വരുന്നുണ്ടാവുക, റോ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മാസ് ഫ്രാക്ഷൻ ഇൻറ്റു യു എ, വെലോസിറ്റി എ ഇൻറ്റു റോ ബി ഇൻറ്റു യു ബി ഡിവൈഡഡ് ബൈ റോ എ പ്ലസ് റോ ബി. നമുക്കറിയാം റോ എ പ്ലസ് റോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, റോ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, റോ എ ഇൻറ്റു യു എ പ്ലസ് റോ ബി ഇൻറ്റു യു ബി ഡിവൈഡഡ് ബൈ എന്താണ്, റോ ആണ്. സോ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. കാരണം എന്താ, റോ എ ബൈ റോ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ ആണ്, എം എ സ്റ്റാർ ആണ്. ഓക്കെ, റോ എ ബൈ റോ നമ്മൾ എവിടെ പഠിച്ചേ, ഒന്നും കൂടെ നോക്കാം. എവിടെയാ അത് കണ്ടോ, ദാറ്റ് ഈസ് കണ്ടല്ലോ, മാസ് ഫ്രാക്ഷൻ എം എ സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എ ബൈ റോ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഒന്നും ഇത് പറഞ്ഞു പോവാം, എക്സ് എ ദാറ്റ് ഈസ് സ്മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, സി എ ബൈ സി. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, റോ എ ബൈ റോ ഇൻറ്റു യു എ. എങ്ങനെ നമ്മൾ ചെയ്യുന്നേ, റോ എ ബൈ റോ ഇൻറ്റു യു എ പ്ലസ് റോ ബി ബൈ റോ ഇൻറ്റു യു ബി. അപ്പോൾ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഇതിനെ മൊത്തം റീപ്ലേസ് ചെയ്ത് എന്താക്കി, എം എ സ്റ്റാർ ഇൻറ്റു യു എ. ഇതിനെ മൊത്തം നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്താക്കി, എം ബി സ്റ്റാർ ഇൻറ്റു യു ബി. കിട്ടിയല്ലോ, ഇതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ആവറേജ് വെലോസിറ്റി ദാറ്റ് ഈസ് യു മാസ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം മോളാർ ആവറേജ് വെലോസിറ്റി പഠിക്കാം, യു മോളാർ. ഓക്കെ, മോളാർ ആവറേജ് വെലോസിറ്റി എന്താണ്, യു മോളാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ തന്നെയാണ് വരേണ്ടത്, ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത റോയെ ആണ് അല്ലെ, അതുപോലെ തന്നെ മാസ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, മോളാർ കോൺസെൻട്രേഷൻ അല്ല വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, യു മോളാർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, യു എ ഇൻറ്റു സി എ പ്ലസ് യു ബി ഇൻറ്റു സി ബി ഡിവൈഡഡ് ബൈ സി എ പ്ലസ് സി ബി. എന്താ പറയുന്നത്, യു എ ഇൻറ്റു സി എ പ്ലസ് യു ബി ഇൻറ്റു സി ബി ഡിവൈഡഡ് ബൈ എന്താണ്, സി എ പ്ലസ് സി ബി. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ്, സി എ പ്ലസ് സി ബി എന്ന് വെച്ചാൽ എന്താ, സി ആണ് കോൺസെൻട്രേഷൻ അല്ലേ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, എങ്ങനെ എഴുതാം, സി എ ബൈ സി ഇൻറ്റു യു എ പ്ലസ് സി ബി ബൈ സി ഇൻറ്റു യു ബി. അപ്പൊ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്താക്കി, എക്സ് എ ആക്കി. അപ്പൊ അങ്ങനെ എക്സ് എ ഇൻറ്റു യു എ ദാറ്റ് ഈസ് സ്മോൾ ഫ്രാക്ഷൻ എ. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്താക്കി, എക്സ് ബി ഇൻറ്റു യു ബി ദാറ്റ് ഈസ് എന്താണ്, മോൾ ഫ്രാക്ഷൻ ബി. കിട്ടിയോ, അപ്പൊ യു മോളാർ കിട്ടിയല്ലോ. യു മോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ, സോ ദാറ്റ് ഈസ് യു മോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എ ഇൻറ്റു യു എ പ്ലസ് എക്സ് ബി ഇൻറ്റു യു ബി. യു മോളാർ എന്ന് വെച്ചാൽ എക്സ് എ ഇൻറ്റു യു എ പ്ലസ് എക്സ് ബി ഇൻറ്റു യു ബി. അതുപോലെ തന്നെ യു മാസ് ദാറ്റ് ഈസ് യു മാസ് എന്ന് വെച്ചാൽ എന്താണ്, മാസ് ആവറേജ് വെലോസിറ്റി യു മാസ് എന്ന് പറഞ്ഞാൽ എം എ സ്റ്റാർ ഇൻറ്റു യു എ പ്ലസ് എം ബി സ്റ്റാർ ഇൻറ്റു യു എ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ്, ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് ഇനി 2-3 ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടെ നോക്കാം. എന്താണ് ഫ്ലെക്സ്, ഫ്ലെക്സ് ഓഫ് എ മാസ് ട്രാൻസ്ഫർ.
ഫ്ലക്സ് ഓഫ് എ മാസ് ട്രാൻസ്ഫർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ഫ്ലക്സ് ഓഫ് എ മാസ് ട്രാൻസ്ഫർ ഈസ് കോസ്ഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെന്റ് വെലോസിറ്റീസ് ആൻഡ് കോൺസെൻട്രേഷൻ ഫോർ സ്പീഷീസ് എ ദ മൾട്ടി കോമ്പണന്റ് മിക്സ്ചർ. സ്പീഷീസ് എയിലെ മൾട്ടി കോമ്പണന്റ് മിക്സ്ചർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ അബ്സല്യൂട്ട് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റോ എ ഇൻറ്റു യു എ ആണ്. ഓക്കെ, എന്താണ്? റോ എ ഇൻറ്റു യു എ, മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ആവറേജ് ദാറ്റ് ഈസ് മീൻ വെലോസിറ്റി ഓഫ് എ. അതുപോലെ തന്നെ ബൾക്ക് മോഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബൾക്ക് മോഷൻ ഇത് അബ്സല്യൂട്ട് ആണ്, ഒരെണ്ണത്തിന്റെയാണ്. ബൾക്ക് ആവുമ്പോൾ എന്തായിരിക്കും? അതേസമയം തന്നെ റോ എ ഇൻറ്റു യു മാസ്. ഓക്കെ, റോ എ ഇൻറ്റു യു മാസ് കിട്ടിയല്ലോ. ഓക്കെ, ആവറേജ് മാസ് വെലോസിറ്റി കിട്ടിയല്ലോ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതേ സമയം തന്നെ ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ? സോ ഡിഫ്യൂഷൻ ഫ്ലക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കേട്ടോ. ഡിഫ്യൂഷൻ ഫ്ലക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എം എ ബൈ എ. എം എ ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയാം. മാസ് ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം അബ്സല്യൂട്ട് ഫ്ലക്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ്. നമ്മൾ ഒബ്സർവർ കാണുവാണെങ്കിൽ അബ്സല്യൂട്ട് ഫ്ലക്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാ? റോ എ ഇൻറ്റു യു എ. അബ്സല്യൂട്ട് ഫ്ലക്സ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് വെച്ചാൽ എന്താണ്? റോ എ ഇൻറ്റു യു എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിഫ്യൂഷൻ ഫ്ലക്സ് പ്ലസ് ബൾക്ക് മോഷൻ ഫ്ലക്സ്. ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എം എ ബൈ എ പ്ലസ് ബൾക്ക് മോഷൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റോ എ ഇൻറ്റു യു മാസ്. ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിഫ്യൂഷൻ ഫ്ലക്സിനെ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഫ്ലക്സിനെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. ഫ്രം ദിസ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാന്നു? എം എ ബൈ എനെ നമ്മൾ ഒരു സൈഡിൽ നിർത്തി ഡിഫ്യൂഷൻ ഫ്ലക്സിനെ, ബാക്കിയൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോയി. അപ്പൊ എങ്ങനെ വരും? എം എ ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? റോ എ ഇൻറ്റു യു എ മൈനസ് റോ എ ഇൻറ്റു യു മാസ്. കിട്ടിയോ? എങ്ങനെ കിട്ടി? റോ എ ഇൻറ്റു യു എ മൈനസ് റോ എ ഇൻറ്റു യു മാസ്. അപ്പൊ റോ എ കോമൺ ആണ്, ടേക്ക് ഔട്ട്. ബാക്കി എന്തോ ഉള്ളത്? യു എ മൈനസ് യു മാസ്. കിട്ടിയല്ലോ. ഡിഫ്യൂഷൻ ഫ്ലക്സിന് ഇക്വേഷൻ കിട്ടിയല്ലോ. ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? മാസ് ബേസിസിൽ എങ്ങനെ വരണ്ടാവുക? റോ എ ഇൻറ്റു യു എ ബൈ യു മാസ്. ഇനി യു എ ബൈ യു മാസിനൊക്കെ ഇക്വേഷൻ ഉണ്ട്. മാസ് ഡിഫ്യൂഷൻ വെലോസിറ്റി ആണ് വരിക. അത് ഞാൻ എടുത്ത് പറയില്ല. ഈ യു എ ബൈ യു മാസ് നമ്മൾ പറയാ എന്താണ്? മാസ് ഡിഫ്യൂഷൻ വെലോസിറ്റി എന്നാണ്. ഇനി ഇതേ സംഭവം തന്നെ ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്നുള്ളത് മോളാർ ബേസിസിൽ എഴുതുവാണ്. ഓക്കെ, മാസ് ബേസിസിന് പകരം നമ്മൾ മോളാർ ബേസ് ചെയ്ത്. അപ്പൊ എന്താ വ്യത്യാസം വരിക? ഇവിടെ റോ എ അല്ലേ, അപ്പൊ അവിടെ പകരം എന്ത് വരും? എം എ സ്റ്റാർ വരും. ഇനി എവിടെ എന്ത് വരും? യു മാസ് അല്ലേ, ഇവിടെ എന്ത് വരും? യു മോളാർ വരും. മനസ്സിലായല്ലോ? ഡിഫ്യൂഷൻ ഫ്ലക്സ് എന്നുള്ളത് നോക്കി. അപ്പൊ എന്താ വരുന്നുണ്ടാവുക? എം എ സ്റ്റാർ ഇൻറ്റു യു എ മൈനസ് യു മോളാർ. കിട്ടിയല്ലോ. ഇനി നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ്, മോളാർ കോൺസെൻട്രേഷൻ, മാസ് ഫ്രാക്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതെല്ലാവരും ഒന്ന് നോക്കുക. ചിലപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്ത് ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നു. നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയണത്? എ വെസൽ കണ്ടെയ്ൻസ് എന്താണ്? എ ബൈനറി മിക്സ്ചർ. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയുള്ളത്? ഓക്സിജൻ ആൻഡ് നൈട്രജൻ വിത്ത് എന്താണ്? പാർഷ്യൽ പ്രഷർ ഇൻ ദ റേഷ്യോ. പാർഷ്യൽ പ്രഷറിന്റെ റേഷ്യോ എത്രയാണ്? ഓക്സിജന്റെ 0.21 ആണ്, നൈട്രജന്റെ 0.79 ആണ്. അപ്പൊ അത് രണ്ടും കിട്ടി, റേഷ്യോ കിട്ടി. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്, 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ നമുക്ക് എടുത്ത് എഴുതാം, T ഈക്വൽ ടു 15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ 15 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 288 കെൽവിൻ കിട്ടി. അതുപോലെ തന്നെ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ദാറ്റ് ഈസ് P ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.1 ബാർ. നമുക്ക് എടുത്ത് എഴുതാം. ബാറിനെ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 1.1 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാരണം 1 ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതും കിട്ടി. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ്? ഒന്ന് മോളാർ കോൺസെൻട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ ആണ്, അപ്പൊ C ആണ്. അപ്പൊ ഇവിടെ ആവുമ്പോൾ CO2, CN2 രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം. മാസ് ഡെൻസിറ്റി അത് റോ ആണ്. നമുക്ക് റോ O2 അതുപോലെ തന്നെ റോ N2 കാണണം. ദെൻ മാസ് ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷൻ. മാസ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ M സ്റ്റാർ O2, M സ്റ്റാർ N2. മോളാർ ഫ്രാക്ഷൻസ് XN2,
ദെൻ XO2. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള ഡാറ്റ നോക്കാം. ഗിവൻ ഡാറ്റ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു 15°C, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 പ്ലസ് 273, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 288 കെൽവിൻ. ദെൻ ടോട്ടൽ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 1.1 ബാർ ആണ്. സോ 1.1 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇതിന്റെ സിമ്പിൾ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്, ഇക്വേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മോളാർ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടത്? രണ്ടിന്റെയും കണ്ടുപിടിക്കണം അല്ലേ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2 ആൻഡ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2 ആൻഡ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2. ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. നേരത്തെ നമ്മൾ എടുത്തു എന്താണ്? CO2, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? P/GT. P എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ P വരുമ്പോൾ PO2 ആണ് വരിക. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ G, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ആൻഡ് T ടെമ്പറേച്ചർ. അപ്പോ നമുക്ക് പാർഷ്യൽ പ്രഷർ എന്നുള്ളത് O2 സെപ്പറേറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 0.1. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ. അതിന്റെ എത്രയാണ് ഈ പാർഷ്യൽ പറഞ്ഞാൽ ടോട്ടൽ പ്രഷറിന്റെ 0.21% ആണ്. 0.1 എന്ന് പറഞ്ഞാൽ ആ റേഷ്യോ ആണ് 0.1 ഇൻറ്റു എന്താണ് 1.1 ഇൻറ്റു 10⁴ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ ആണ് ഡിവൈഡഡ് ബൈ G, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. എത്രയാണ്? 8314 ആണ്. 8314 ആണ് അല്ലെ? നമുക്കറിയാം അല്ലെ? 8314 അല്ലെ? അപ്പൊ 8314 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 288 കെൽവിൻ. കിട്ടിയല്ലോ. നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക, എല്ലാവരും ഒപ്പം ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക, കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക. പ്രോബ്ലം എഴുതി കഴിഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്ത് എഴുതുക. നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എല്ലാ നൊട്ടേഷൻസും അറിയാം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അത് എടുത്തു വെക്കുക. ആദ്യം നിങ്ങൾ എടുത്ത് എഴുതുക. ഈ വീഡിയോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും നൊട്ടേഷൻസ്, മോളാർ കോൺസെൻട്രേഷൻ, മാസ് ഡെൻസിറ്റി ഓരോന്നും എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എത്രയാണ്? 0.00965 കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. 0.00965 കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. കിട്ടിയല്ലോ, ഒരെണ്ണം കിട്ടി. രണ്ടാമത്തെ ചെയ്യേണ്ടത് എന്താണ്? CN2, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? PN2 ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് N2 ഡിവൈഡഡ് ബൈ GT. അപ്പൊ ഈ പാർഷ്യൽ പ്രഷർ ഓഫ് N2 എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ടോട്ടൽ പ്രഷറിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം എഴുതുക. അതിന്റെ റേഷ്യോ എത്രയാണ്? നമുക്ക് റേഷ്യോ വന്നിട്ടുള്ളത് 0.79 ആണ്. ഇൻറ്റു എത്രയാണ്? നമ്മുടെ ടോട്ടൽ പ്രഷർ എത്രയാണെന്നുള്ളത് 1.1 ഇൻറ്റു 10⁵ ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ പ്രഷറിന്റെ 79% ആണ് എന്തെന്നുള്ളത് പാർഷ്യൽ പ്രഷർ ഓഫ് N2. അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് N2 കിട്ടി. ഇനി നമുക്ക് കോമൺ ആണ് എന്താണ്? G, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. നേരത്തെ നമ്മൾ കണ്ട കാര്യങ്ങളല്ലേ അത്? നമുക്ക് അത് എടുത്ത് എഴുതിയാൽ പോരെ? എടുത്ത് എഴുതുക കേട്ടോ. ഒരു കാൽക്കുലേറ്റർ എടുത്ത് എല്ലാവരും കാൽക്കുലേറ്റർ എടുത്ത് ഒപ്പം ഒന്ന് ചെയ്ത് നോക്കി. എത്ര ആൻസർ വരുന്നത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ എത്ര വരുന്നതെന്ന്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് അറൌണ്ട് എത്ര വരുന്നുണ്ടാവാം? 0.0363 കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. 0.0363 കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. കിട്ടിയോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2 കിട്ടി, N2 കിട്ടി. അപ്പൊ ഒരു ഭാഗം കഴിഞ്ഞു. ഇതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് ഇവിടെ കിട്ടി? ഇപ്പോ 2.5 മാർക്ക് നമുക്ക് കിട്ടി. രണ്ടെണ്ണം ചെയ്തപ്പോ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് മാസ് ഡെൻസിറ്റി. നോക്കാം. മാസ് ഡെൻസിറ്റി ഇപ്പൊ രണ്ടിന്റെ മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കണ്ടേ? ഏതൊക്കെയാ? മാസ് ഡെൻസിറ്റി ഓഫ് O2 ആൻഡ് മാസ് ഡെൻസിറ്റി ഓഫ് N2. ഓക്കെ, അപ്പൊ മാസ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ ഇതായിരിക്കും. ചിലപ്പോ എന്തായിരിക്കും? CO2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ρO2 ഡിവൈഡഡ് ബൈ MO2. ഇതായിരിക്കും നമ്മൾ ശരിക്കും പഠിച്ചിരിക്കുന്നത്. എന്താ സംഭവം? കോൺസെൻട്രേഷനും മാസ് കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷനും മാസ് കോൺസെൻട്രേഷനും തമ്മിലൊരു റിലേഷൻ ആണ് അല്ല? എന്തായിരുന്നു? ദാറ്റ് ഈസ് CO2 ദാറ്റ് ഈസ് ഈക്വൽ ടു ρN2 ബൈ M2. റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് കോൺസെൻട്രേഷൻ. ഇനി നമുക്കറിയാം MO2 എന്ന് പറഞ്ഞാലോ? ദാറ്റ് ഈസ് മോളിക്കുലർ വെയിറ്റ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം?
മാസ് ഡെൻസിറ്റി ഓഫ് O2 കാണണം. മാസ് ഡെൻസിറ്റി ഓഫ് O2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? MO2 ഇൻറ്റു CO2. അപ്പൊ CO2 നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ? CO2 ഇവിടെ കണ്ടുപിടിച്ചില്ലേ? ആ വാല്യൂ അങ്ങ് എടുത്ത് എഴുതാം. എത്ര വരണത്? 0.00965. 0.00965. മോളിക്കുലാർ വെയിറ്റ് ഓക്സിജൻ O2 അറ്റോമിക് നമ്പർ എത്രയാ? 16 ഇൻറ്റു 2 എത്രയാ? 32. കിട്ടിയോ? 32 ഇൻറ്റു കറസ്പോണ്ടിങ് ടു ദ വാല്യൂ. അപ്പൊ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി എല്ലാവരും. കാൽക്കുലേറ്റ് എടുത്ത് എല്ലാവരും എടുത്തേ നോക്കി, എല്ലാവരും ചെയ്ത് നോക്കി. നോക്കിയിട്ട് എത്ര വരണമെന്ന് പറഞ്ഞ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് അറൌണ്ട് എത്ര വരുന്നുണ്ടാവുക? 0.309 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 0.309 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിട്ടിയോ? സിമ്പിൾ മെത്തഡോളജി അല്ലേ? ഇതുപോലെ നിങ്ങൾ ഓരോന്നും ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടോ എക്സാമിന്? അടുത്തത് നമുക്കറിയാം മാസ് ഡെൻസിറ്റി ഓഫ് N2. മാസ് ഡെൻസിറ്റി ഓഫ് N2 റോ N2 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ മാറ്റം ഉണ്ടോ? എന്താ വരണ്ടാവുക? MN2 ഇൻറ്റു CN2. അപ്പൊ അറിയാം നൈട്രജൻ N2 എന്ന് പറഞ്ഞാൽ എത്രയാ? അറ്റോമിക് നമ്പർ 14 ഇൻറ്റു 2 എത്രയാ? 28. കിട്ടിയല്ലോ. MN2 കിട്ടിയല്ലോ. ഇൻറ്റു നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചില്ലേ CN2? നമ്മൾ കണ്ടുപിടിച്ചില്ലേ? CN2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 0.0363. എത്ര വാല്യൂ വരുന്നത് നോക്കി എല്ലാവരും. കാർലോയുടെ അടുത്ത് ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും. ചെയ്ത് നോക്കി, ഇത് പെട്ടെന്ന് പറഞ്ഞു തന്നിട്ട്. കിട്ടുന്ന വാല്യൂ ആണ് അറൌണ്ട് എത്ര വരുന്നുണ്ടാവുക? 1.016 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. 1.016 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന് മാസ് ഫ്രാക്ഷൻ. രണ്ടെണ്ണത്തിന് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് XO2. മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് ഏതൊക്കെയാണ്? XO2 എന്ന് പറഞ്ഞാൽ മാസ് ഫ്രാക്ഷൻ ഓഫ് O2 ആൻഡ് മാസ് ഫ്രാക്ഷൻ ഓഫ് N2. എന്തൊക്കെയാ ആലോചിച്ച് ചെയ്യേണ്ടേ? മാസ് ഫ്രാക്ഷൻ ഓഫ് O2 ആൻഡ് മാസ് ഫ്രാക്ഷൻ ഓഫ് N2. നമുക്ക് നോക്കാം. അപ്പോൾ ജനറൽ ഇക്വേഷൻ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. എന്താ വരുന്നുണ്ടാവുക? മാസ് ഫ്രാക്ഷൻ ഓഫ് O2 ദാറ്റ് ഈസ് ഈക്വൽ ടു റോ O2 ഡിവൈഡഡ് ബൈ റോ. റോന്റെ റോ O2 റോ N2ന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു അല്ലെ? രണ്ട് വാല്യൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് റോ കണ്ടുപിടിക്കണ്ടേ? റോ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നുണ്ടാവുക? റോ O2 പ്ലസ് റോ N2. അപ്പൊ ഈ എല്ലാ വാല്യൂ അറിയാം. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.309 പ്ലസ് 1.016. കിട്ടുന്ന വാല്യൂ അറൌണ്ട് എത്ര വരുന്നുണ്ടാവുക? നോക്കിക്കഴിഞ്ഞാൽ കാണാം 1.325 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതാണ് നമ്മുടെ വാല്യൂ ഓവറോൾ മാസ് ഡെൻസിറ്റി റോ. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മാസ് ഫ്രാക്ഷൻസ് കാണാം. XO2 മാസ് ഫ്രാക്ഷൻ ഓഫ് O2 എന്ന് പറഞ്ഞാൽ എന്താ? റോ O2 ബൈ റോ. രണ്ട് വാല്യൂ അറിയാവുന്നതല്ലേ? ഇവിടെ എടുക്കുന്ന റോ O2 എത്ര വരുന്നത്? 0.309. ഇനി റോ എന്ന് പറഞ്ഞാലോ 1.325. പെട്ടെന്ന് കാർഡിലെടുത്ത് ചെയ്ത് നോക്കി എത്ര വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 0.233. കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.233. ആൻസർ കിട്ടിയോ? അതേ സമയം തന്നെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അടുത്തതും കൂടെ നോക്കുക. XN2 എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഫ്രാക്ഷൻ ഓഫ് N2. എത്ര വരുന്നത്? മാസ് ഫ്രാക്ഷൻ ഓഫ് N2 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? റോ N2 ബൈ റോ. എത്ര വരുന്നത്? റോ N2 ബൈ റോ എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ടാവുക? റോ N2 നമുക്കറിയാം എത്രയാ? 1.016. കിട്ടുന്ന വാല്യൂ 1.016 ഡിവൈഡഡ് ബൈ റോ എത്ര വരുന്നത്? 1.325. ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടുന്ന വാല്യൂ എത്രയാ? 0.767. കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.767. അപ്പൊ അതും കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള വാല്യൂലേക്ക് വരാം. ദാറ്റ് ഈസ് എന്താണ്? മോളാർ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് സ്പീഷീസ്. എത്രയാണ്? M സ്റ്റാർ O2 then M സ്റ്റാർ N2. നോക്കാം. അപ്പൊ M സ്റ്റാർ O2ന്റെ ഇക്വേഷൻ എന്താ? M സ്റ്റാർ O2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? CO2 ബൈ C. എന്താണ് ഇക്വേഷൻ? CO2 ബൈ C. അപ്പൊ C കണ്ടുപിടിക്കണ്ടേ? ടോട്ടലി C എന്ന് പറഞ്ഞാൽ എത്രയാ? CO2 പ്ലസ് CN2. നമ്മൾ ഡയറക്റ്റ് ചെയ്യുവാണ്. 0.00965 പ്ലസ് 0.0363. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.046 കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.046 കിലോഗ്രാം മോൾ പെർ മീറ്റർ ക്യൂബ്. ഇനി നമുക്ക് ഡയറക്ട്ലി പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ഓരോ സ്പീഷീസും. ഏതൊക്കെയാണ്? MO2 സ്റ്റാർ അതുപോലെ തന്നെ MN2 സ്റ്റാർ. MO2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? CO2 ബൈ C. MO2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? CO2 ബൈ C. എത്ര പേരുണ്ടാവുക?
ഇവിടെ വാല്യൂ ഇവിടെ ഇല്ല, ഇതാ ഇതിങ്ങ് താഴേക്ക് എടുത്ത് ഇതാ 0.00965 0.00965 ഡിവൈഡഡ് ബൈ 0.046 0.046 എത്രയാ വരണേ 0.21. എത്ര വരുന്നത് 0.1. ഒരു ചെറിയൊരു ഇത് കണ്ടോ, എന്തോ ഒരു സിമിലാരിറ്റി കിട്ടിയിട്ടുണ്ടാവല്ലോ. ഈ മോളാർ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷർ അതിന്റെ റേഷ്യോ രണ്ടും സെയിം ആണ് അല്ലെ, പ്രഷർ റേഷ്യോ രണ്ടും സെയിം ആണ്. അടുത്ത നമുക്ക് നോക്കാം MN2 സ്റ്റാർ, ദാറ്റ് ഈസ് മോളാർ ഫ്രാക്ഷൻ ഓഫ് N2, ദാറ്റ് ഈസ് നൈട്രജൻ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് CN2/C, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് CN2/C. എന്താ വരണ്ടാവുക CN2 ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ കിടക്കണില്ലേ, ഇതാ അവിടെ കിടക്കും, എടുത്ത് താഴേക്ക് 0.0363 ഡിവൈഡഡ് ബൈ എത്ര വരണത് 0.046 0.0363 ഡിവൈഡഡ് ബൈ 0.046. കിട്ടുന്ന വാല്യൂ ഒന്ന് നോക്കി, എല്ലാവരും നോക്കി, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ 0.79. കിട്ടുന്ന വാല്യൂ എത്രയാണ് 0.79. ഇതാണ് എന്തെന്നുള്ളത് മോളാർ ഫ്രാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം വീണ്ടും നമുക്ക് സിമിലാരിറ്റി കിട്ടി. എന്താണ് മോളാർ ഫ്രാക്ഷൻസ് ആർ ഈക്വൽ ടു എന്താണ് പാർഷ്യൽ പ്രഷർ ഫ്രാക്ഷൻ. എന്താ നമ്മൾ പഠിച്ചത്? മോളാർ ഫ്രാക്ഷൻസ് ആർ ഈക്വൽ ടു എന്താണ് പാർഷ്യൽ പ്രഷർ ഫ്രാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഒരു സിമ്പിൾ പ്രോബ്ലം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു വെസൽ കണ്ടെയ്ൻസിംഗ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അതുകൊണ്ടാണ് HMT ഇതൊന്നും എടുത്തു പറഞ്ഞത്. അപ്പൊ ഇതൊന്നും നോക്കി പോവാ എല്ലാവരും കേട്ടോ. പിന്നെ കുറച്ച് ബേസിക്സ് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഡിഫ്യൂഷൻ ഫ്ലക്സ്, അതിനകത്ത് ഡിഫ്യൂഷൻ ഫ്ലക്സ് ആണ് പറഞ്ഞത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇനി അത് MA/A എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത നമ്മൾ ഫ്ലക്സ് ഫിക്സ് ലോ നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ പറയും. ഓക്കെ, സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.